ഡാൻസ് കളിച്ചോക്കെ പറഞ്ഞോ. ഇപ്പൊ എവിടെ നിൽക്കണമെന്ന് പറ. പായൽക്കാമില് ചന്ദൻവാരി, അതായത് ചന്ദൻവാരി ഇന്നത്തെ ഡേറ്റ് 10-ാം തീയതി 11 സെപ്റ്റംബർ 2022. ചന്ദൻവാരിയിൽ നിന്ന് ക്യാമറമാൻ ഡെന്നി ദവസിക്കുട്ടിയോട് റേഡിയോ മാൻ ഇല്ലാത്തതുകൊണ്ട് ഇത് നമ്മളെ അവിടുത്തെ വാലിയാണ്. ഡാഡി മമ്മി അങ്ങ് ഒരു ഫോട്ടോ വാ. ഇനി അപ്പച്ചനും മമ്മി മാത്രം ഒരെണ്ണം ആയിക്കോട്ടെ. ഇത്ര ഇങ്ങോട്ട് വീഡിയോ കിട്ടില്ല പല എല്ലാം കൂടി എനിക്ക് സുഖം പറയാം. എന്താ ഫീൽ ഇവിടെ വന്നിട്ട്? ഭയങ്കര തണുപ്പ് മാത്രമല്ല, ലോകത്തിന്റെ നെറുകയിൽ കയറിയ അലീന ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇവിടെ വന്നിട്ട് ഇഷ്ടായ ഒന്നുകൂടെ വരുമോ? എങ്ങനെ തോന്നുന്നു ഇവിടെ വന്നിട്ട്? ഇവിടെ വന്നിട്ട് ഈ സ്ഥലം
ഈ സ്ഥലത്തിന്റെ പേരെന്താ? നോക്കണേ, ഇങ്ങോട്ട് ഗുൽമാർഗ്. ഗുൽമാർഗ് എന്താന്ന് പറഞ്ഞാ? ഇനി നമുക്ക് സ്വിറ്റ്സർലൻഡിൽ പോകണം. അവിടെയാണ് ഇത്രയും കാഴ്ചകളുള്ളത്. നമ്മൾ 11,000 അടി മുകളിലേക്ക് വന്നു. ഓക്സിജൻ കുറവായിരുന്നു. ഡേവിഡും ടോണയും ഞാനും മാത്യൂസും ഒക്കെ കുറെ താഴോട്ട് നടന്നപ്പോൾ ഭയങ്കര ശ്വാസം മുട്ട് വന്നു. എനിക്കൊരു 100 മീറ്റർ മുകളിൽ നടന്നപ്പോൾ ശ്വാസം കിട്ടാണ്ടായി. പിന്നെ ഒരു അരമണിക്കൂറോളം വെറുതെ ഇരുന്നപ്പോഴാണ് ശരിയായത്. ഓക്സിജൻ ലെവൽ വളരെ കുറവാണ്. നടന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നടക്കുമ്പോൾ പ്രശ്നം. മമ്മി ഹലോ, എന്നെ പിടിക്കും. മുഖം ചുമന്നിരിക്കും. കറുത്ത ഞങ്ങളൊക്കെ ചുമന്നു. വെറുതെ അല്ല ഇവിടുത്തെ ആൾക്കാരൊക്കെ ചുമന്നിരിക്കും. കാണാല്ലേ? നമ്മള് 11,000 അടി താഴ്ചയിലേക്ക് പോകൊണ്ടിരിക്കുകയാണ്. 11,000 അടി താഴ്ചയല്ല, 12 അടി മുകളിൽ നിന്ന് താഴ്ത്തും. ഈ ഫോട്ടോ കാണാ മൂത്രയിച്ചോ? ആ തൊപ്പിക്ക് മാറ്റാം, ഞാൻ നാളെ കാണണ്ട. ഇഫ്രാം ഭായ് ക്യാ ഭായ്? हमारा आदमी है, हमारा पूरा आपके पास है. എല്ലാവരും ഇങ്ങോട്ട് നോക്ക്, വീഡിയോ പിടിക്കണം. എല്ലാവരും ഇങ്ങോട്ട് നോക്ക്. അപ്പൊ ഞങ്ങൾ പോയി നിൽക്കില്ലേട്ടാ. അത് കുഴപ്പമില്ല. മമ്മി ഇങ്ങോട്ട് നോക്കിയേ. ഈ ടീമിലെ ഏറ്റവും സുന്ദരി, ഈ ടീമിലെ നേതാവ് കുട്ടി ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് നോക്കുന്നേ ഇല്ല. ആകെ മൂത്ത മോനോട് ആകെ ദേഷ്യത്തിലാണ്. ഇങ്ങോട്ട് നോക്ക്. അപ്പച്ചന്റെ കൂടെയാണ് നിൽക്കാം. എവിടെയാണോ? ഞാൻ എല്ലാവരും വീഡിയോ കണ്ട, എന്റെ മാത്രം ആരും എടുക്കണല്ലോ കേട്ടോ. ഇപ്പൊ എല്ലാവരും എന്നെ ഔട്ടാക്കിയത് എനിക്ക് വേണം. ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ ബാക്കി അപ്പൊ കിട്ടുമല്ലോ. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ ബ്രൈറ്റ് പാലസ്.
കാണുന്ന മലനിര വളരെ സൂര്യപ്രകാശത്തിൽ വെട്ടിത്തിളങ്ങുകയാണ്. എത്ര സുന്ദരവും നയനാനന്ദകരമായ കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത്. സത്യത്തിൽ കാശ്മീർ ഇന്ത്യയുടെ സ്വർഗമാണ് എന്ന് പറയുന്നത്, ഇന്ത്യയുടെ സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്നത് അന്വർത്ഥത്തിലാക്കുന്നതായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ കാണാൻ കിട്ടുന്നത്. കാലാവസ്ഥ വളരെ അനുകൂലമാണ്. ഇപ്പോൾ കൂടിപ്പോയാൽ ഒരു 15 ഡിഗ്രി സെൽഷ്യസ് അത്രയേ ഉള്ളൂ. നല്ല അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ. കൂടുതൽ തണുപ്പില്ല, കൂടുതൽ ചൂടുമില്ല. പഹൽഗാം എന്തുകൊണ്ടും കാണേണ്ടതായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. നന്നായിട്ട് ഫോക്കസ് ചെയ്യും. അതല്ല വേണ്ട, അടിപൊളി മാറി ഹലോ എന്റെ മാസ്ക് ഒന്ന് ഊരുന്നോ? വീഡിയോ വീഡിയോ അമ്മ എന്താ ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഈ താജ്മഹലിനെ കുറിച്ച്. താജ്മഹൽ മമ്മി വളരെ കാലം കൊണ്ട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഈ മോളിൽ കയറിയൊന്നും കാണാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞോണം വന്നപ്പോഴോ? കഴിഞ്ഞോണം ഒന്നും കയറിയില്ല. ഓർമ്മ കയറിപ്പോയി. ഈ താജ്മഹലിന്റെ
മുറ്റത്തെ കുറിച്ച് പറയൂ. ഇതെന്തിനു വേണ്ടി പണിതാ? അത് മുംതാസിന്റെ ഓർമ്മയ്ക്കായിട്ട് ഷാജഹാൻ പണിതതാണ്. എത്ര ഭാര്യമാരുണ്ടായിരുന്നു? 3 പറയണത്. മൂന്നാമത്തെ ഭാര്യയിൽ എത്ര പിള്ളേരുണ്ടായിരുന്നു? 14 കുട്ടികളുണ്ടായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. 3 13 ആ കാണുന്ന കെട്ടിടത്തിന്റെ മുകളിൽ എത്ര മിനാരങ്ങളുണ്ട്? ഈ മമ്മി ഈ കാണുന്ന ഈ താജ്മഹലിന്റെ ഈ ഇതുണ്ടല്ലോ, ഈ ഗോപുരം, ഇത് 3 ഡിഗ്രി പുറത്തേക്ക് ചരിയാൻ വന്നത്. കാരണം ഭൂമിയിൽക്കും വന്നാലും ഇതിലേക്ക് വീഴാതിരിക്കാൻ ഞങ്ങൾക്ക് 4 മിനാരങ്ങൾ പണിതാൻ. അങ്ങനെയാണ്. ആ കെട്ടിടത്തിന്റെ മുകളിൽ കണ്ടോ 11, 11, 22 മിനാരങ്ങളുണ്ട്, മുകുടങ്ങള്. അതിനെന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 22 വർഷം 20,000 പേര് പണിയെടുത്താണ് തീർത്തത്. ഇത് ആ ഗേറ്റിന്റെ പേര് മുംതാസ് മഹൽ ഗേറ്റ് തന്നെ പറയുന്നത്. മറ്റേത് വേറെ ആദ്യത്തെ പേരുടെ പേര്, വേറെ രണ്ടാമത്തെ പേരുടെ പേര്, അവരുടെ ഗേറ്റുകളൊക്കെ. ഇങ്ങോട്ട് ഹലോ ഹലോ ഹലോ, ആരും എന്നെ ഒന്നും പിടിക്കണില്ല. പിടിച്ചോളി. ഡാഡി എങ്ങനെയുണ്ട് പുത്തൂര് ടൂറ്? അടിപൊളി. ഡാഡിക്ക് സന്തോഷം കൊണ്ട് കിട്ടാൻ ടൂറിനെ കുറിച്ച് അപ്പൊ തന്നെ അഭിപ്രായം എന്താ? നല്ലത്. ഇത് ഒന്ന് സംസാരിക്കേ. ഇത് എവിടെയാ നമ്മൾ നിൽക്കണേ? ഉത്തർപ്രദേശിലെ ആഗ്ര എന്നിട്ട് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? നമ്മുടെ മൊത്തം ടൂർ കുഴപ്പമില്ലല്ലേ? കാലിന് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? തലകറക്കം വല്ലതും ഉണ്ടോ? ശ്വാസം മുട്ട് വല്ലതും ഉണ്ടോ? ഒരു കുഴപ്പമില്ല. വിശക്കണ്ടോ? ചായ മേടിച്ചരാം. ഓക്കെ. ആന്റിനെ കുറിച്ച് എന്താ അഭിപ്രായം പറഞ്ഞ? ഈ ടൂറിനെ കുറിച്ചുള്ള അഭിപ്രായം പറയും. നല്ല അഭിപ്രായം. ഇതാരാ പണിതത്? ഷാജഹാൻ. ആർക്ക് വേണ്ടിയിട്ടാ പണിതത്? നമ്മുടെ ഇത് മൂന്നാമത്തെ ഭാര്യ. എത്ര മക്കളുണ്ട് അവർക്ക്? 14. എങ്ങനെയാ മുംതാസ് മരിച്ചത്? പ്രസവിച്ചു. അവരെ അതാ അത് കിട്ടും. ഇവിടെ ഇറങ്ങിക്കാം.
അവിടെ നിൽക്കും, ഇവിടെ നിൽക്കൊരു ഫോട്ടോ. ഇത് എങ്ങനെയുണ്ട് കണ്ടിട്ട്? കുത്തമ്മീനാർ കണ്ടിട്ട് എങ്ങനെയുണ്ട്? നന്നായിരിക്കണോ? ഒരു മിനിറ്റ്. വരും ഒക്കെ ഉണ്ട്, ആൾക്കാരുണ്ട്. ഓ, അങ്ങനെ നമ്മള് ഫസ്റ്റ് സ്റ്റേഷൻ കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റേഷൻ ആൻറ്റികളതും രണ്ടാം സ്റ്റേഷനിൽ നമ്മളിങ്ങനെ താട്ടിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലേ ശരി. ഉമ്മ കുഴപ്പമില്ലേ? അടിപൊളിയല്ലേ? ആരോഗ്യ പ്രശ്നം വല്ലതും ഉണ്ടോ? ആരോഗ്യ പ്രശ്നം വല്ലതും ഉണ്ടോ? തോന്നണ്ടോ? ഒന്നുമില്ല. എവിടെയെങ്കിലും പോയി ചേട്ടാ അയാള്